welcome to our channel TNJ Food and Travel. We will Kaipola. Video like, share, subscribe, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ സ്നാക്ക് ആയിട്ടുള്ള കായ്പോളയാണ്. അപ്പോൾ കായ്പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 6 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നല്ലോണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുള്ള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം, പഞ്ചസാര, പാല്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ ഇതിന് വാനില എസൻസും കൂടെ വേണം. അതില്ലാത്തവർ ഏലക്കാപ്പൊടി എടുക്കുക. ഇനി നമ്മൾക്ക് ഒരു പാനിലോട്ട് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരിയെടുക്കാം. ഇത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾക്ക് സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള തൊലിയൊക്കെ നന്നായിട്ട് കറുപ്പ് കളറായിട്ടുള്ള പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും പഴുത്തിട്ടുള്ള പഴം എടുക്കാൻ പാടില്ല. ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ഒന്നിനോടൊന്നും ഒട്ടി കിട്ടാൻ പറ്റില്ല. ഞാൻ ചെയ്തപ്പോൾ നന്നായിട്ടത് വഴഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വഴഞ്ഞ് ഒട്ടി പിടിച്ച് വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുത്തിട്ട് എല്ലാവരും ചെയ്യുക. ഞാനിപ്പോൾ അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള പഴം വെച്ചിട്ട് ചെയ്ത് കാണിക്കുകയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മീഡിയം പഴുപ്പുള്ള പഴം എടുത്ത് ചെയ്യുക. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് 6 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് കയ്യിലില്ലാത്തവർ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് ഈ മിക്സിയിലോട്ട് നമ്മൾക്ക് വഴറ്റി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. അതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾക്ക് ഇതുപോലെ നെയ്യിൽ വറുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടില്ല. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു സോസ് പാനിലാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സോസ് പാനിലോട്ട് കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ അത്യാവശ്യം തിക്കിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ടൈമെങ്കിലും ഇത് വേവാനായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ സാധാരണ രീതിയിൽ ഇതുപോലെ ഉടഞ്ഞു പോകാത്ത പഴമൊക്കെയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 20 മിനിറ്റ് തന്നെ ഇത് വേവാൻ സമയം മതിയാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം അതുപോലെ ഒരുപാട് പഴുക്കാത്ത പഴം വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ എനിക്ക് ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം. ഇതിപ്പോൾ ഞാൻ മറ്റൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം മറിച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തത്. നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ഈസി കായ്പോളയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ബൈ.